സോ ഈ JEE സെഷൻ 1 റിസൾട്ട് വന്നതിന് ശേഷം ഭയങ്കര വൈറലായ ഒരു വീഡിയോ ഉണ്ടല്ലോ, 2 ട്വിൻസ് ടോപ്പേഴ്സായ JEE റാങ്കേഴ്സ് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അത് എന്താ പറയുക, ആൾക്കാർ അതിനെ പല രീതിയിലാണ് കാണുന്നത്. ചിലർ വന്നിട്ട് അതായത് ഇവർക്ക് മര്യാദയ്ക്ക് ഡാൻസ് കളിക്കാറില്ല, ഇവർക്ക് ലൈഫില്ല. അതായത് ഒറ്റ വീഡിയോയിൽ, ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറയുന്നത്, ഒറ്റൊരു വീഡിയോൻ്റെ ഇത് വെച്ചിട്ട് അവർക്ക് എന്താ പറയുക ആ കുട്ടികളെ ജഡ്ജ് ചെയ്യാണ്. പക്ഷേ എനിക്കറിയാവുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ഒരു ക്രൗഡിൽ ഒന്നും ഡാൻസ് കളിക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം അവർക്ക് എന്താ പറയുക ലൈഫില്ല എന്നും അവരുടെ ലൈഫ് ഭയങ്കര മോശമാണെന്നും അവർ റോബോട്ട്സ് ആണെന്നും പറയുന്നതിനോട് സത്യം പറഞ്ഞ് എനിക്ക് തീരെ അഭിപ്രായമില്ല. ഒരർത്ഥത്തിൽ തബ്ഷീർ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. എല്ലാ കുട്ടികൾക്കും എല്ലാ സ്കില്ലും ഉണ്ടാവണം എന്നില്ല. അതേസമയം കുറഞ്ഞ കുട്ടികളെങ്കിലും പാരൻസ് നിർബന്ധിച്ചിട്ട്, അവർക്ക് പാഷനൊന്നും ഇല്ലെങ്കിലും അവരെ നിർബന്ധിച്ചിട്ട് ഈ ഒരു കോച്ചിങ്ങിനൊക്കെ പോയിട്ട് അവരിങ്ങനെ മാറ്റിയെടുക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ഒരാളൊരു പാഷനോട് കൂടിയിട്ട് ഒരു കോച്ചിങ്ങിനൊക്കെ പോയിട്ട് ഈ ഒരു രൂപത്തിൽ പഠിച്ച് വന്നാലും മേ ബി കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് ഒരു കൾച്ചറൽ പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷേ അവർ കോളേജിലോട്ട് എത്തുന്ന സമയത്ത് വളരെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് അതിൻ്റെ മെഡിക്കൽ കോളേജസ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജസ് ഒക്കെ ആണെങ്കിലും അവർക്ക് കിട്ടുന്നത്. അവർക്ക് ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും അവരുടെ എല്ലാ ആക്ടിവിറ്റീസ് പുറത്തെടുക്കും, സ്പോർട്സ് ആണെങ്കിലും ആർട്സ് ആണെങ്കിലും ബാക്കി എന്താണെങ്കിലും പുറത്തെടുത്തുകൊണ്ട് അവർക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാനും അവർക്കൊരു ചേഞ്ച് വരാനും നല്ല ഒരു ഉതകുന്ന തരത്തിലുള്ള ഒരു ക്യാമ്പസാണ് ഇന്ത്യയിലുള്ള എല്ലാ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്ന് പറയുന്നത്. ഒരു കുട്ടി ഒരു പാഷനോട് കൂടിയിട്ട് ഇതൊക്കെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വേ ഓപ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു നഷ്ടവുമില്ല. ആ കുട്ടി ഫൈനലി നല്ലൊരു സക്സസ്സിൽ തന്നെ എത്തുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുട്ടിയുടെ താല്പര്യപ്രകാരമാണ് ഈ ഒരു വേ ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫൈനലി നല്ലൊരു സക്സസ്സിലാണ് എൻഡ് ചെയ്യുക. അതേസമയം കുട്ടിക്ക് താല്പര്യമില്ലാണ്ട് പാരൻസോ മറ്റുള്ളവരൊക്കെ പ്രഷർ ചെയ്തിട്ട് കുട്ടിയെ നീ ഈ ഫീൽഡിൽ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാന്നുണ്ടെങ്കിൽ മേ ബി അത് ചിലപ്പോൾ ഒരു ബാഡ് സിറ്റുവേഷനിലായിരിക്കും എൻഡ് ചെയ്യുക എന്നുള്ളത്.